ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി പച്ചക്കറികളൊന്നും തന്നെ കിട്ടിയില്ലെങ്കിൽ വെറുതെ വിഷമിക്കേണ്ട. ഇതുപോലെ കുറുകിയ സാമ്പാർ വെറും 2 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സാമ്പാർ കാപ്പിക്കും ചോറിനും ഒരേപോലെ കൂട്ടാൻ പറ്റിയതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനകത്ത് പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ മാറി കിട്ടുന്നതായിരിക്കും. ഇനി പരിപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സാമ്പാറിന് ആവശ്യമായിട്ട് 2 സവാളയും 1 തക്കാളിയും 2 പച്ചമുളകും മാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. കാര്യം നമ്മളിതിൽ പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ സാമ്പാർ വെക്കുന്ന സമയത്ത് ഈ ഒരു സവാള അതിനകത്ത് നല്ലതുപോലെ നിറഞ്ഞു കിടക്കുന്നതായിരിക്കും. അപ്പോൾ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം തക്കാളി നല്ലതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുക്കാം. ഇനി സവാളയും തക്കാളിയും എല്ലാം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ വെക്കാം. അതിനായിട്ടൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ സവാളയുടെ നിറമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരും. അപ്പോൾ സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ പാത്രത്തിൻ്റെ അരുവിനായിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ സവാളയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കടുവൊക്കെ നല്ലതുപോലെ പൊട്ടി വരട്ടെ. ഈ കടുവൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഇതുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പിടിച്ച കരിവേപ്പിലയാണ്. നല്ല മണമാണ് ഈ ഒരു കരിവേപ്പിലയ്ക്ക്. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാക്കറ്റ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ പൊടിപ്പിച്ചതാണെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടക്കായമാണ് നിങ്ങൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിക്കുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. പരിപ്പിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് സാമ്പാർ നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും. ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം നേരത്തെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പുളി നെവിടിയിട്ട് ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുളിവെള്ളം ചേർക്കേണ്ട എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതി. നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇത് നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം ചേർത്തിട്ട് നല്ല കുറുകിയ സാമ്പാർ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെയൊക്കെ എണ്ണിട്ടിട്ട് പച്ചക്കറി ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ സാമ്പാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഒരു സാമ്പാർ കാപ്പിക്കും ചോറിനും നമുക്ക് ഒരേപോലെ കൂട്ടാവുന്നതാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കുറച്ച് ചൂടുവെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അത്രയേ ഉള്ളൂ. ടാറ്റാ.